ഹായ് ഫ്രണ്ട്സ്, പൂക്കളം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് സർക്കിളിൽ നിന്നൊക്കെ മാറി ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനത്തെ ഒരു ഡിസൈനാണ്, ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഡിസൈനാണ്. ആദ്യം നമ്മളൊരു സ്ക്വയർ ഷേപ്പാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചാനലിൽ ഒരുപാട് പൂക്കളം ഡിസൈൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മൾ ഒരു ചരിച്ചൊരു സ്ക്വയർ കൂടെ ഇവിടെ വരച്ചിട്ടുണ്ട്. നിങ്ങൾ ഇടുന്ന പൂക്കളം ഡിസൈനൊക്കെ ഇട്ട ശേഷം നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ മെസ്സേജൊക്കെ ചെയ്യാവുന്നതാണ്. ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി അത് കണക്ട് ചെയ്ത് നമ്മൾ വീണ്ടും തിക്നെസ് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ഔട്ട്ലൈനായിട്ട് ഇപ്പോൾ വരച്ചതിൻ്റെ കൂടെ ആ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുക. ഇനി നമ്മൾ കർവ് ലൈൻ എവിടേക്കാണ് വരയ്ക്കേണ്ടത് അവിടെയെല്ലാം ഈ കർവ് ലൈൻ വരച്ച് വയ്ക്കുക. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്കിത് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി അതിൻ്റെ ഉള്ളിലായിട്ട് വീണ്ടും ഒരു കർവ് ലൈൻ കൂടെ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ അതും വരച്ച് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് ചെയ്യാനുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് വീണ്ടും ഒരു കർവ് ലൈൻ കൂടെ വരച്ചു. ഇപ്പോൾ സിമെട്രിക്കലായിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് തന്നെ നോക്കുക. ഓക്കെ, ഉള്ളിലായിട്ട് വീണ്ടും ഒരു സർക്കിളിൻ്റെ ഷേപ്പ് തന്നെ വരച്ചെടുത്തു. ഓക്കെ, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഡിസൈനാണ്. ഇനി ഉള്ളിലായിട്ട് വീണ്ടും നടുക്കായിട്ട് സെൻട്രലായിട്ട് പൂവിൻ്റെ ചെയ്തിട പോലത്തെ ഷേപ്പ് വരച്ചെടുത്തു. ഇനി ബാക്കിയുള്ള ഇടയ്ക്കുള്ള ഭാഗത്ത് പൂവിൻ്റെ ചെയ്തുള്ള പോലത്തെ ഷേപ്പ് വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ ഇത്രയും കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഇത്രയും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയതാണ്. ഇനി എഡ്ജ് കണക്ട് ചെയ്ത് ഫിഗറിൽ തന്നിരിക്കുമ്പോഴത്തെ ഷേപ്പ് വരച്ചെടുക്കുക. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത്രയും ചെയ്തെടുക്കാം. ഇനി ബാക്കി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ബാക്കി ഭാഗം ഇതുപോലെ കണക്ട് ചെയ്ത് നമുക്കൊരു സിമെട്രിക്കലായിട്ടുള്ള ഇതുപോലത്തെ ഒരു ഡിസൈൻ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. നേരത്തെ വരച്ച കർവ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്താൽ ഈ ഡിസൈൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലെ എഡ്ജ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്താൽ ഇനി അടുത്തൊരു സർക്കിൾ വരയ്ക്കുക. സർക്കിൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ കുറച്ച് ഉള്ളിലോട്ടാണ് വരച്ചത്. അത് ഒരു 3D ലുക്ക് തോന്നിപ്പിക്കാനാണ്. അപ്പോൾ ഒരു സർക്കിളും വരച്ചു. വളരെ സിമ്പിളായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ. ഇനി ആ എഡ്ജ് നമ്മൾ കണക്ട് ചെയ്ത് ഒരു സർക്കിളൂടെ വരച്ചു. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുത്തു. ഇനി ഉള്ളിലായിട്ട് മറ്റേ പൂവിൻ്റെ ഷേപ്പ് പോലെ വരച്ചെടുത്തു. ഇനി നമ്മൾ ഫിഗറിൽ കണ്ടിരിക്കും പോലത്തെ ആ സർക്കിളിന് പുറത്തുള്ള ഫിഗർ ഇതുപോലെ വരച്ചെടുത്തു. സിമെട്രിക്കലായിട്ട് മാക്സിമം വരച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് തന്നെയാണ്, വളരെ സിമ്പിളായിട്ട് ഇത്രയും ചെയ്യാം. ഇനി അതിൻ്റെ പുറത്തൂടെ ഒന്നുകൂടെ ആ കർവ് ലൈൻ വരച്ചെടുത്തു. ഇത്രയും സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഡിസൈൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയാണ് ചെയ്യേണ്ടത്. എല്ലാവർക്കും നമുക്കിതിൽ ഡിഫറെൻറ്റ് ഷെയ്ഡ്സോ കളേഴ്സോ ഉപയോഗിച്ച് നമുക്ക് ഈ പൂക്കളം ഫില്ല് ചെയ്യാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും ഒരുപാട് നല്ല നല്ല ഡിസൈനുകൾ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ, ഇറ്റ്സ് ബൈ ഫ്രം പൂക്കളം ടീം.